പ്രതിരോധ വാക്സിനുകൾ മുഴുവൻ എടുത്തിട്ടും മലപ്പുറത്തെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടി റാബിസ് പിടിപെട്ട് മരിച്ചു എന്ന വാർത്തയോളം ഞെട്ടിക്കുന്ന ഒരു വാർത്ത അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വാർത്തക്ക് അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തില്ല. വാക്സിന് ഗുണനിലവാരമില്ലാത്തതിനാലായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള തരത്തിലുള്ള പറ്റുന്ന കുത്തിത്തിരിപ്പുകൾ നടത്താൻ മാത്രമാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇനി ഒരു മരണം കൂടി ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. തെരുവുപട്ടികളെ നിയന്ത്രിക്കുന്നതിൽ ഗൗരവമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായേ പറ്റൂ. കൂടെ തന്നെ പേവിഷബാധയുടെ സയൻസ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ അറിവുകൾ ഇത്തരം മരണങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. നമ്മുടെ ചില അറിവില്ലായ്മകൾക്ക് ചിലപ്പോൾ വലിയ വില നൽകേണ്ടി വരും. വീട്ടിലായാലും റോട്ടിലായാലും ഏത് സ്ഥലത്തും എപ്പോഴും ആർക്കും ഒരു തെരുവുനായയുടെയോ വളർത്തുനായയുടെയോ പൂച്ചയുടെയോ കടിയോ മാന്തലോ കിട്ടാം എന്ന അവസ്ഥയാണ് കേരളത്തിൽ. വാക്സിൻ എടുത്താൽ പേടിക്കാനില്ല എന്നൊരു വിശ്വാസമായിരുന്നു നമുക്കൊക്കെയും ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അതും തകരുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനിശ്ചിതത്വമായിരിക്കും നമുക്കൊക്കെയും എപ്പോഴും ഉണ്ടാകുക. ഭയം മൂടിയ ഒരു ചുറ്റുപാടിനുള്ളിൽ ജീവിക്കുക എന്നത് അത്രമേൽ പ്രയാസകരവുമാണ്. പൊക്കിളിന് ചുറ്റും 14 വമ്പൻ സൂചികൾ കുത്തിക്കയറ്റലാണ് പ്രതിരോധ വാക്സിൻ എന്ന് കരുതുന്നവർ ഇപ്പോഴുമുണ്ട്. അത് ഭയന്ന് നായ മാന്തിയാലൊക്കെ അത് അവഗണിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറണം. ഭൂമിയിൽ ഒരു ആശുപത്രിക്കും ഏത് വൈദ്യശാസ്ത്രത്തിനും എത്ര പണമുണ്ടായാലും ഏത് രാജ്യത്ത് പോയിട്ടും അവിടെയുള്ള കൊലകൊമ്പൻ ഡോക്ടർമാർ ശ്രമിച്ചാലും പേവിഷബാധ ആരംഭിച്ചാൽ നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. മരണം മാത്രമാണ് പിന്നെ മുന്നിലുള്ളത്. അതിനാൽ നിലവിൽ വാക്സിനേഷൻ മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു വഴിയായുള്ളൂ എന്നത് തിരിച്ചറിയണം. 20-ലധികം പേർ കഴിഞ്ഞ വർഷം പേ പിടിച്ച് മരിച്ചിരുന്നെങ്കിലും അതിലെ ഭൂരിപക്ഷം ആളുകളും കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ചെയ്തവരായിരുന്നില്ല. ഈ വർഷം 4 മാസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ റാബിസ് കൊണ്ട് 6 ജീവനുകൾ നഷ്ടമായി. വെറും മരണമല്ല, ഭൂമിയിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള നരകമരണം. ഇതിനിടയിൽ കുറേ പേർ വാക്സിന് ഗുണനിലവാരമില്ലാത്തതാണ്, ആരോഗ്യവകുപ്പിൻ്റെ അശ്രദ്ധയാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പൊതുവെ വാക്സിൻ വിരുദ്ധതയുള്ളവർക്ക് ഒരാഘോഷമാക്കാൻ ഇതും ഒരു അവസരമായി. എങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള വാക്സിനേഷനുകൾ എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടായത്? എന്തുകൊണ്ടാണ് അത് നമുക്ക് തടയാൻ കഴിയാഞ്ഞത്? എന്തായിരിക്കും ഇത്തരം മരണങ്ങളിലേക്ക് നയിച്ചത്? നായകളിൽ നിന്നോ പൂച്ചകളിൽ നിന്നോ കിട്ടുന്ന കടിയോ മാന്തലുകളോ ഉണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ വാക്സിനേഷൻ? എന്തൊക്കെയാണ് വാക്സിനേഷനിൽ സംഭവിക്കുന്നത്? വാക്സിനുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വാക്സിൻ എടുക്കുന്നതിൻ്റെ ഡോസും അതിൻ്റെ ഇടവേളകളും എങ്ങനെയാണ്? എങ്കിൽ എത്രമാത്രം പ്രതിരോധമാണ് നമുക്ക് ലഭിക്കുക? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് ഈ അവബോധം എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തും സഹായിക്കുക. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക എന്നത് മലയാള ഭാഷയിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു ശൈലിയാണല്ലോ. എന്തായാലും പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്നതിനപ്പുറം ഒരു സാധ്യതയും ആരും മുന്നിൽ കാണുന്നില്ല. അത്രമേൽ മാരകജീവിയാണ് പേപ്പടിച്ചാൽ ഒരു പട്ടി. എന്തു ജന്തുസ്നേഹം, നായപ്രേമം ഉണ്ടായാലും ഈ കാര്യത്തിൽ ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. ഭ്രാന്തൻ നായ എന്നത് പ്രവചനാതീതമായിട്ടുള്ള ആക്രമണ സ്വഭാവമുള്ള, ആരെയും കണ്ടാൽ ഓടിച്ച് കടിക്കുന്ന ഒരു ജീവി എന്നുള്ള ഒരു പ്രതിരൂപമാണല്ലോ ഉണ്ടാക്കുക. റാബീസ് എന്നാണ് പേ എന്ന അവസ്ഥയ്ക്ക് പറയുക. റാബീസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഭ്രാന്ത് എന്ന് തന്നെയാണ്. ഗ്രീക്ക് ഭാഷയിൽ ആക്രമണം, വയലൻ്റ് എന്ന ഒക്കെ അർത്ഥം വരുന്ന ലുഡ് അല്ലെങ്കിൽ ലിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലിസ വൈറസ് എന്ന് പറയുന്ന നമ്മുടെ റാബിസ് വൈറസിൻ്റെ ജീനസ് നാമം ഉണ്ടായത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പേയെ പറ്റിയിട്ട്, പേ പിടിച്ച നായ കടിച്ചാലുണ്ടാകുന്ന അപകടത്തെ പറ്റിയിട്ട് മനുഷ്യർക്കൊക്കെ അറിയാമായിരുന്നു. അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ചരിത്രത്തിൽ മരിച്ചു പോയതും. ഈ രോഗം ബാധിച്ചാൽ ദാഹം വരുമ്പോൾ, വെള്ളം കണ്ടാൽ അത് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ തൊണ്ടയിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകി നരകവേദനയുണ്ടാകും. അതിനാൽ തന്നെ റാബീസ് പിടിപെട്ട ഒരാൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഭയപ്പെടും. അങ്ങനെയാണ് ഹൈഡ്രോഫോബിയ എന്നും ഈ രോഗത്തിന് പേര് വന്നത്. ജലഭയം തന്നെ. മരണസമയത്ത് ഒരിറ്റ് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള മരണമാണ് എന്നിട്ട് സംഭവിക്കുക. കൂടുതൽ മൃഗങ്ങളിൽ അവയുടെ ഉമിനീർ ഗ്രന്ഥികളിൽ കൂടുതൽ വൈറസുകളെ എത്തി അവിടെ പെരുകാൻ അനുവദിച്ച് എന്നിട്ട് കടിക്കുന്ന ആളുകളിലൂടെ പുതിയ ആളുകളിലേക്ക് എത്തുക എന്നുള്ള അതിഭയങ്കരമായിട്ടുള്ള അതിജീവന തന്ത്രമാണ് വൈറസുകൾ ഇവിടെ പയറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വഭാവ വ്യതിയാനം വരുത്തി ആ ജീവികൾക്ക് മറ്റുള്ളവരെ പിടിച്ച് കടിക്കാൻ തോന്നിപ്പിക്കുന്നത്. അതും ഈ വൈറസിൻ്റെ ഒരു തന്ത്രമാണ്. എങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ പേയുള്ള മൃഗങ്ങളും ഇതുപോലെ മറ്റുള്ളവരെ ഓടിച്ചിട്ട് കടിക്കണമെന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്വഭാവവും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായിട്ട് സാധുവായിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് തളർന്നു കിടക്കുന്ന പ്രകൃതം കാണിക്കുന്നവരുമുണ്ട്. പൂച്ചകളൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കാറ്. അതിനാൽ തന്നെ ഓടിച്ചിട്ട് ആരെയും കടിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം പേ ഇല്ല എന്ന് ഉറപ്പിക്കരുത്.
അതായത് വലിയൊരു ശതമാനം മൃഗങ്ങളും പേ പിടിച്ചാലും ഒരു പാരാലൈസിസ് വന്നതുപോലെ, ഒരു തളർവാദം വന്നതുപോലെ ഏതെങ്കിലും മൂലയിൽ തളർന്നു കിടക്കുകയാണ് ചെയ്യുക. എല്ലാ മൃഗങ്ങളും വെള്ളത്തോട് ഇത്തരത്തിലുള്ള ഭയം പ്രകടിപ്പിക്കണം എന്നും ഇല്ല. സ്വന്തം വീട്ടിലെ പട്ടിയാണ്, ഞങ്ങൾ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയാണ്, പുറത്ത് എവിടെയും പോകാതെ വളർത്തുന്നതാണ്, അതിൻ്റെ കുസൃതി കൊണ്ടൊന്ന് മാന്തിയതാണ്, അല്ലെങ്കിൽ തട്ടിയപ്പോൾ അത് പേടിച്ചൊന്ന് മാന്തിപ്പോയതാണ്, അല്ലെങ്കിൽ കടിച്ചതാണ്, സാരമില്ലെന്നേ ഒന്ന് പോറിയിട്ടേ ഉള്ളൂ എന്നൊക്കെ സ്വയം ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ വളർത്തു പൂച്ചകളിൽ നിന്നോ വളർത്തു നായകളിൽ നിന്നോ കിട്ടുന്ന മാന്തലിനെയും കടിയെയും ഒന്നും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതി അവഗണിക്കാൻ പാടില്ല. അവയുടെ പല്ലുകളോ നഖങ്ങളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉരഞ്ഞുണ്ടാകുന്ന നിസ്സാരമായിട്ടുള്ള ഒരു മുറിവോ, മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളിൽ അവ നക്കിയപ്പോൾ അവയുടെ ഉമിനീർ സ്പർശിച്ചോ ഒക്കെ ഉണ്ടായ വളരെ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങളായിരിക്കാം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കുക. 1885 ജൂലൈ 6 പാരീസിലെ ലൂയി പാസ്റ്റർ പേപ്പട്ടി കടിച്ച് ഉറപ്പായിട്ടും മരണം പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയിൽ ആദ്യമായിട്ട് കുത്തിവെക്കുന്നതാണ് ലോക ചരിത്രം മാറ്റിയത്. എന്തായാലും തൻ്റെ മകൻ പേ പിടിച്ച് മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള അമ്മ ലൂയി പാസ്റ്ററിലുള്ള വിശ്വാസം മൂലം എന്ത് പരീക്ഷണമായാലും ഈ കുഞ്ഞിൽ ചെയ്യാമെന്ന് സമ്മതിച്ച് അവനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയ ഒരു സംഭവം തന്നെയാണ്. ആ കുഞ്ഞ് ആ കുത്തിവെപ്പിലൂടെ രക്ഷപ്പെട്ടു. അവൻ ലൂയി പാസ്റ്ററുടെ സഹായിയായിട്ട് പിന്നീട് ജോലിയും ചെയ്തു. ഇത് നടക്കുന്നത് വരെയും പേ പിടിച്ച നായ കടിച്ച് ഭൂമിയിൽ മരിച്ചവർ 10,000-ങ്ങളായിരുന്നു. ആരും ഒരു വൈദ്യം കൊണ്ടും അതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല. ജോസഫ് മിസ്റ്റർ എന്ന ആ കുട്ടിയെ തനിക്ക് അധികാരമില്ലായിട്ടും അപകട സാധ്യത ഉള്ളതിനാലും ആ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിചാരണകൾ നേരിടേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും ലൂയി പാസ്റ്റർ ആ പരീക്ഷണം നടത്തി അവനെ രക്ഷിച്ചു. വളർത്തുമുയലുകളിൽ പേക്ക് കാരണമായിട്ടുള്ള രോഗാണുവിനെ കടത്തിവിട്ട് അവയുടെ സുഷ്മ്നയിൽ വളർത്തി അതിനെ ഉണക്കിയിട്ടാണ് അദ്ദേഹം അന്ന് ആദ്യമായിട്ട് ഏറ്റവും ക്രൂഡായിട്ടുള്ള ആ വാക്സിൻ നിർമ്മിച്ചത്. ഇന്നും ഇത്തരത്തിലുള്ള വാക്സിനുകളും സീറവും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പേയെ തടഞ്ഞു നിർത്തുന്നത്. സെൽ കൾച്ചർ രീതിയിലുള്ള വാക്സിനുകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ മുറിവുകളിലെ രക്തത്തിലൂടെ നമ്മുടെ നെർവുകളിൽ, നാഡീകോശങ്ങളിൽ ഈ വൈറസുകൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പതുക്കെ സഞ്ചരിച്ച് തലച്ചോറിലെത്തി അവിടെ പെരുകി എൻകഫലൈറ്റിസ് എന്ന ഒരു അവസ്ഥ ആയിത്തുടങ്ങിയാൽ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ പിന്നെ ലോകത്താർക്കും ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. മരണം മാത്രമാണ് മുന്നിലുള്ളത്. ലോക ചരിത്രത്തിലാകെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ആരംഭിച്ചതിൻ്റെ ശേഷം ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അവരിൽ പലരും വാക്സിനേഷൻ മുന്നേ ചെയ്തവർ കൂടിയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടവരുടെയും തുടർജീവിതം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താറുമാറായിട്ട് വിറച്ചും നടക്കാൻ പറ്റാതെയും ഓർമ്മയില്ലാതെയും ഒക്കെ ഒരു വെറും ജീവിതം മാത്രവും ആയിരുന്നു. അതിനാൽ തന്നെ റാബിസ് എന്ന് പറയുന്നത് ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. ബന്ധുക്കൾക്ക് കണ്ടിരിക്കാൻ പോലും ആകാതത്ര സങ്കടകരമാണ് അതിൻ്റെ അവസാന സ്റ്റേജുകൾ. രോഗലക്ഷണം തുടങ്ങിയാൽ 4 മുതൽ 10 ദിവസം കൊണ്ട് തന്നെ മരണം നിശ്ചയമായും സംഭവിക്കും. ആയുർവേദ ചികിത്സയിലൂടെ പേവിഷബാധയെ അതിജീവിച്ച കുഞ്ചൻ നമ്പ്യാർ വൈദ്യർ പറഞ്ഞ ആഹാരചര്യകൾ അല്ലെങ്കിൽ പഥ്യങ്ങളൊക്കെ തെറ്റിച്ച് മുറജപത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ച് അവിടെ നിന്നും നാരങ്ങക്കറിയൊക്കെ കഴിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് പേ ബാധിച്ച് മരിച്ചുപോയത് എന്നൊക്കെയാണ് ചില ഐതിഹ്യങ്ങൾ. അതൊക്കെ വെറും അതിശയ കഥകൾ മാത്രമാണ്. അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതായത് റാബിസിനെ തടുക്കാൻ ഭൂമി മലയാളത്തിൽ എന്നല്ല ലോകത്തെവിടെയും ഒരു മരുന്നും ഇതുവരെയും ഇല്ല. എങ്കിലും ചില നാട്ടുവൈദ്യന്മാരൊക്കെ കോഴിക്കോട് അടക്കം പേവിഷബാധ ചികിത്സിക്കാനുള്ള മരുന്ന്, നാട്ടുമരുന്ന്, പ്രത്യേക ഔഷധക്കൂട്ട്, ഒറ്റമൂലി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇപ്പോഴും തട്ടിവിടാറുമുണ്ട്. റാബിസ് എന്നത് ഒരു വൈറസ് രോഗമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്രകൃതിയിലെ പല ജീവികളിലും ഈ വൈറസ് സാന്നിധ്യമുണ്ടാകാം. എന്നാൽ എല്ലാ ജീവികളിലും ഈ വൈറസ് മൂലം അവർക്ക് രോഗമുണ്ടാകണമെന്നും ഇല്ല. അതായത് അവ ഒരു കാരിയറായിട്ട് എത്രയോ ലക്ഷം വർഷങ്ങളായിട്ട് അത്തരം ജീവികൾ നിലനിൽക്കുന്നുണ്ടാകാം. നട്ടിലുള്ള കശേരികളായിട്ടുള്ള അല്ലെങ്കിൽ ഉഷ്ണരക്തമുള്ള വാം ബ്ലഡഡ് ആയിട്ടുള്ള ഏത് ജീവികളിലും ഏത് മൃഗങ്ങളിലും സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഈ വൈറസിന് വളരാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് പേവിഷബാധ ഉണ്ടാകാം. ഈ പക്ഷികളും സസ്തനികളും ഒക്കെയാണ് ഈ വിഭാഗത്തിൽ പെടുക എന്നറിയാമല്ലോ. സസ്തനികളിൽ പ്രത്യേകിച്ചിട്ടും നായ, കുറുക്കൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന വിഭാഗത്തിലെ ജീവികളിലും ചിലതരം വവ്വാലുകളിലും മാത്രമാണ് ഈ വൈറസ് നിലനിൽക്കുകയും അവ കൈമാറ്റം ചെയ്യുകയും മറ്റു ജീവികളിലേക്ക് പകർത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് സാധാരണമായിട്ട് കണ്ടിട്ടുള്ളത്. കുരങ്ങ്, പശു, ആട്, മരപ്പട്ടി, നീർനായ, കീരി തുടങ്ങിയ പലതരം മൃഗങ്ങളിലൂടെയും പേവിഷബാധ മറ്റുള്ള ജീവികളിലേക്ക് എത്താം. അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ചില ഇനം രക്തം കുടിയൻ വാമ്പയർ ബാറ്റുകളിലല്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണമായിട്ടുള്ള വവ്വാലുകളിലൊന്നും ഇത്തരത്തിലുള്ള പേവിഷബാധയുടെ വൈറസുകളുടെ സാന്നിധ്യം കണ്ടിട്ടില്ല. എങ്കിലും അവയൊക്കെ വൈൽഡായിട്ടുള്ള മൃഗങ്ങളായതിനാൽ ഈ ബാറ്റുകളൊക്കെ വന്യതയിൽ ജീവിക്കുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള കടിയോ മാന്തലോ ഒക്കെ കിട്ടിയാലും തീർച്ചയായിട്ടും വാക്സിനേഷൻ ചെയ്യേണ്ടതാണ്.
റോഡൻറ്റുകൾ എന്ന് വിളിക്കുന്ന കരണ്ട് തീനികളായിട്ടുള്ള കുഞ്ഞു ജീവികളായിട്ടുള്ള എലികൾ, ചുണ്ടലികൾ, അണ്ണാന്മാർ തുടങ്ങിയവയിലൂടെ ഒന്നും ഈ വൈറസ് പകരുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രധാനമായിട്ടുള്ളൊരു കാരണം അവയൊക്കെ വേറെ ഏതെങ്കിലും പേ പിടിച്ച മൃഗങ്ങൾ, നായായാലും കുറുക്കനായാലും ഒക്കെ കടിച്ചാൽ അപ്പോൾ തന്നെ അത് ചത്തുപോകും. അതുകൊണ്ട് തന്നെ അവയിൽ ഈ വൈറസിന് വളരാനുള്ള ഇൻക്യുബേഷൻ പീരീഡ് ഒന്നും കിട്ടണമെന്നില്ല. അങ്ങനെ അവയുടെ ഉള്ളിൽ ഈ വൈറസ് സാന്നിധ്യം ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജീവികൾ മാന്തിയാലോ കടിച്ചാലോ ഒന്നും വാക്സിനേഷൻ സാധാരണയായിട്ട് ചെയ്യാറില്ല. എന്നാൽ വലിയ ജീവികളായിട്ടുള്ള പെരിച്ചാഴിയെ പോലുള്ള റോഡൻറ്റുകൾ, അതുപോലെ തന്നെ മുള്ളൻ പന്നിയെ പോലുള്ള റോഡൻറ്റുകൾ നമ്മളെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ വാക്സിനേഷൻ ചെയ്യാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ കൊണ്ടുള്ള ഏത് തരത്തിലുള്ള ആക്രമണമോ മുറിവോ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഇപ്പോൾ വാക്സിനും സിറവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടെ തന്നെ അണുബാധയില്ലാതാകാനുള്ള ചികിത്സകളും ടെറ്റനസ് പിടിപെടാതിരിക്കാനുള്ള ടെറ്റനസ് ഇഞ്ചക്ഷനും ഒക്കെ ചെയ്യാറുമുണ്ട്. എന്നാൽ പക്ഷികളിൽ നമ്മുടെ വളർത്തു പക്ഷികളോ അല്ലെങ്കിൽ കോഴികളോ ഒക്കെ ആവാം, അവയൊക്കെ ഈ തരത്തിലുള്ള പേ പിടിച്ച മൃഗങ്ങൾ ആക്രമിച്ച് മുറിവേൽപ്പിച്ചാൽ അവയുടെ ഉള്ളിലും വൈറസുകൾ എത്താമെങ്കിലും ആ പക്ഷികൾ മറ്റു മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ ഒന്നും വൈറസ് പരത്തുന്നതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അവയെ ഭക്ഷിച്ചാൽ പോലും അവയെ നന്നായിട്ട് പാചകം ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിലും രോഗം വരാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും പേ പിടിച്ച ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള രോഗം പരന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗിയെ ഉടനെ തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ബന്ധപ്പെടാൻ ബന്ധുക്കൾക്ക് പോലും ഒരിക്കലും അവസരമുണ്ടാകാറില്ല. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തീർച്ചയായിട്ടും മുൻകൂറായിട്ട് വാക്സിനേഷൻ ചെയ്തിട്ടുമുണ്ടാവും. എങ്കിലും അവയവ കൈമാറ്റം വഴി കണ്ണിൻ്റെ കോർണിയ വേറൊരാൾക്ക് വെച്ച് പിടിപ്പിച്ചത് വഴി ഇത്തരത്തിൽ വൈറസ് ഒരു മനുഷ്യനിൽ നിന്നും വേറൊരു മനുഷ്യരിലേക്ക് ഉണ്ടായതായിട്ടുള്ള ചില പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്യപൂർവമായിട്ടാണ് അത്തരത്തിൽ സംഭവിക്കാറുള്ളത്. ഒരു പേപ്പട്ടി ഒരാളെ കടിച്ചാൽ ആ പട്ടിയുടെ വായിലെ ഉമിനീരിലെ വൈറസുകൾ മുറിവിലൂടെ കടിയേറ്റ ആളുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ആദ്യപടിയായിട്ട് സംഭവിക്കുന്നത്. ആ മുറിവിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ വൈറസുകളെയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ വൈറസുകൾ പതുക്കെ ഉള്ളിലോട്ട് കയറി നമ്മുടെ അവിടെയുള്ള ഞരമ്പുകളിൽ, നെർവ് കോശങ്ങളിൽ പതുക്കെ അറ്റാച്ച് ചെയ്യപ്പെടും. പിന്നെ അവിടെ നിന്നും പതുക്കെ സഞ്ചരിച്ച് സുഷുമ്നയിലും അതുവഴി തലച്ചോറിലും ഒക്കെ എത്തും. അതാണ് ഏറ്റവും മാരകമായിട്ടുള്ള അവസ്ഥ. ഈ സഞ്ചാര സമയത്തൊന്നും ഇവ രോഗം പരത്തുന്നില്ല. അപ്പോഴൊന്നും ഈ കടിയേറ്റ ഒരാൾക്ക് മറ്റൊരു ജീവിക്ക് ഈ വൈറസ് പരത്താനുള്ള കഴിവില്ല. എന്നാൽ തലച്ചോറിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഉമിനീരിലും ശരീരസ്രവങ്ങളിലുമൊക്കെ ഈ വൈറസിൻ്റെ സാന്നിധ്യമുണ്ടാവും. പിന്നീട് അവർക്ക് ഈ രോഗം പരത്താൻ പറ്റും. ഇത് പട്ടിയുടെ കാര്യത്തിലും പ്രധാനമാണ്. അവയ്ക്കും വേറൊരു പേപ്പട്ടിയിൽ നിന്നും കടി കിട്ടിയാൽ ഉടനെ തന്നെ അതിൽ നിന്നും വേറൊരു ആൾക്ക് രോഗം പരത്താൻ കഴിയില്ല. അവയുടെയും തലച്ചോറിൽ ഈ വൈറസുകൾ എത്തി അവിടെ പ്രവർത്തിച്ച് തുടങ്ങി അവ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് രോഗം പരത്തുക. നാഡികളിലൂടെ, നെർവുകളിലൂടെ ഈ വൈറസിൻ്റെ സഞ്ചാരം അത്ര വേഗത്തിലല്ല. കടിച്ച സ്ഥലത്ത് നിന്നും തലച്ചോറിലേക്കുള്ള ദൂരത്തിനനുസരിച്ചിട്ട് ചിലപ്പോഴത് മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ വരെ എടുക്കാം. അതായത് തലച്ചോറും കടികൊണ്ട സ്ഥലവും തമ്മിലുള്ള ദൂരം ഇവിടെ രോഗം ബാധിക്കുന്നതിനുള്ള എടുക്കുന്ന സമയത്തിൻ്റെ കാലയളവ് തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. അതുപോലെ കടിയേറ്റ ഭാഗത്ത് എത്രമാത്രം നെർവ് എൻഡിങ്ങുകളുണ്ട്, അതായത് നമ്മുടെ വിരലുകളുടെയൊക്കെ അഗ്രത്തിലൊക്കെ ധാരാളം, മുഖത്തും ഒക്കെ ധാരാളം നെർവുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവ പെട്ടെന്ന് തന്നെ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നത്. നമ്മുടെ മുഖത്തെ കൂടി ഒരു ചെറിയ ഉറുമ്പ് പോകുമ്പോൾ നമ്മളറിയും. അതേസമയം നമ്മുടെ പുറത്തേ കൂടി ഒരു ഉറുമ്പ് പോയാൽ നമ്മൾ അറിയാതിരിക്കുന്നത് അവിടെയുള്ള നെർവുകളുടെ എണ്ണക്കുറവ് മൂലമാണ്. അതുപോലെ നമ്മളുടെ വിരലുകളുടെ അഗ്രത്തിലാണ് ഏറ്റവും കൂടുതൽ നെർവുകളിലുള്ളത്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ കടി ഏറ്റുകഴിഞ്ഞാൽ അവ വേഗത്തിൽ നമ്മുടെ തലച്ചോറിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ എത്ര ആഴത്തിലാണ് മുറിവുണ്ടായത് എന്നുള്ളത് നമ്മുടെ നെർവുകളിലേക്ക് നേരിട്ട് സ്പർശിക്കുന്ന വിധത്തിലുള്ള മുറിവുകളാണോ, അതേപോലെ കടിയിൽ എത്രമാത്രം ഉമിനീര് അവയുടെ സ്രവങ്ങൾ ഈ മുറിവിലൂടെ ഉള്ളിലേക്ക് എത്തി അല്ലെങ്കിൽ മുറിവിലെത്തി എന്നുള്ളതും ഒക്കെ ഈ സഞ്ചാര സമയത്തെയും അതിൻ്റെ സ്വഭാവത്തെയും സ്വാധീനിക്കും. അതായത് കണങ്കാലിൽ കിട്ടിയ ഒരു കടി പോലെയല്ല നമ്മുടെ മുഖത്തോ തലയിലോ കിട്ടിയ ഒരു പേപ്പട്ടിയുടെ കടി. അതായത് മുഖത്തും കഴുത്തിലും തലയിലും ഒക്കെ കിട്ടുന്ന കടി വഴി അതിലൂടെ ഉണ്ടാകുന്ന വൈറസുകൾക്ക് വളരെ വേഗത്തിൽ നമ്മളുടെ തലച്ചോറിലെത്താൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. റാബീസ് വൈറസുകളുടെ ഒരു പ്രത്യേകത അവ മുറിവുകളിലൂടെ, രക്തത്തിലൂടെ മാത്രം അല്ല നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. നമ്മുടെ ശ്ലേഷ്മ സ്തരങ്ങൾ, അതായത് മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ മൂക്കിലും വായിലും ഒക്കെയുള്ള ആ തൊലിയുണ്ടല്ലോ, നനവുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെത്താം. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ പാളിയിലൂടെ, അതായത് കണ്ണിലുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള നക്കൽ പോലും ഈ വൈറസിന് നമ്മുടെ ഉള്ളിലെത്താൻ പറ്റും.
എന്തായാലും ഈ വൈറസുകൾക്ക് നമ്മുടെ നെർവുകളിലൂടെ സഞ്ചരിച്ച് തലച്ചോറിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും എന്നതാണ് ഇവയെ പ്രതിരോധിക്കാനും കൂടി നമുക്ക് സാധ്യതകൾ നൽകുന്നത്. അതായത് പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് വെനം രക്തത്തിൽ കലർന്ന് നമുക്ക് അതിൻ്റെ അപകടങ്ങൾ ആരംഭിക്കുമല്ലോ. എന്നാൽ ഈ പേവിഷബാധയുടെ വൈറസുകൾ പാമ്പിൻ വിഷം കയറുന്നത് പോലെ അത്ര പെട്ടെന്നല്ല പരക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കടി കിട്ടിയതിൻ്റെ ശേഷവും നമുക്ക് വാക്സിൻ എടുത്ത് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത്. അതായത് ഈ വൈറസ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉണ്ടാക്കി അവയെ നശിപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് പേവിഷബാധ ഉണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന് ഈ പ്രതിരോധം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വാക്സിൻ എടുത്ത് നമ്മുടെ ശരീരം ഇതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിച്ച് വരാൻ സജ്ജമാകാൻ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും എന്നതിനാൽ നമ്മുടെ മുഖത്തോ തലയിലോ ഒക്കെയാണ് കടികൊണ്ടത്, അല്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള മുറിവാണ്, കൂടിയ അളവിൽ വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാം എന്നൊക്കെയുള്ള അവസരങ്ങളിൽ ഇതിന് കാത്തു നിൽക്കാതെ ഉടനെ തന്നെ നമ്മുടെ ആൻറ്റിബോഡികൾ തന്നെ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന സീറം തന്നെ നേരിട്ട് ഈ മുറിവുകളിൽ കുത്തിവെക്കുകയാണ് ചെയ്യുക. പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് ഉടനെ ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുവിധം എല്ലാ മനുഷ്യർക്കും ഏകദേശ ധാരണകളുണ്ട്. പാമ്പ് കടിച്ചാൽ പണ്ട് ചെയ്തതുപോലെ മുറിവായ ഇങ്ങനെ കീറി അതിലുള്ള രക്തം പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ വാഗൊണ്ട് തന്നെ ഈ പാമ്പ് കൊത്തിയ സ്ഥലത്ത് തന്നെ കടിച്ച് ഊറ്റി ചോര എടുത്ത് തുപ്പിക്കളയുക, അല്ലെങ്കിൽ പാമ്പ് കടിച്ചതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗത്തിൽ കയറുകൊണ്ട് മുറുക്കി കെട്ടുക, കടിച്ച പാമ്പിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തല്ലിക്കൊന്ന് അതിനെയും കൂടി എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുക തുടങ്ങിയ മണ്ടത്തരങ്ങളൊന്നും ഇപ്പോഴാരും ചെയ്യാറില്ല. എങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കുറഞ്ഞെങ്കിലും ഇപ്പോഴും വിഷപ്പാമ്പ് കടിച്ചാൽ ആ ഗോൾഡൻ ഹവർ, ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളാണ് നമ്മളെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ളത്. ആ സമയം പാഴാക്കുന്ന വിധത്തിൽ തൊട്ടടുത്തുള്ള ഒറ്റമൂലി വൈദ്യന്മാരുടെ അടുത്തോ വിഷഹാരികളുടെ അടുത്തേക്കൊക്കെ ഈ വിഷബാധയേറ്റ ആളെയും കൊണ്ട് പോയിട്ട് സമയം കളയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നായോ പൂച്ചയോ കുറുക്കനോ ഒക്കെ നമ്മളെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എടുപിടിയായിട്ട് വണ്ടി വിളിച്ച് ആളെ താങ്ങിയെടുത്ത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് 100 വണ്ടി ഓടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. ആദ്യം കഴുകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റുന്ന ഒരു ചികിത്സ. ചിലപ്പോൾ വെറും ഈ കഴുകൽ കൊണ്ട് തന്നെ പേ പകരാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതായിപ്പോയി എന്ന് വരെ വരാം. ഈ വൈറസുകളൊക്കെ അപ്പോഴും ഈ മുറിവിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയായിരിക്കുമല്ലോ. അവയൊക്കെ കഴുകി കളയാൻ പറ്റിയാൽ അതോളം ഗുണകരമായിട്ടുള്ള വേറൊരു ചികിത്സയുമില്ല. എവിടെ നിന്ന് കടി കിട്ടിയാലും തൊട്ടടുത്തുള്ള വീട്ടിലേക്കോ അല്ലെങ്കിൽ കടയിലേക്കോ ഒക്കെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സോപ്പ് സംഘടിപ്പിക്കുക. എവിടെയാണോ വെള്ളമുള്ളത് അവിടെ വെച്ചിട്ട് ടാപ്പിനടിയിൽ പിടിച്ചോ ബക്കറ്റിൽ വെള്ളം എടുത്തോ തുടർച്ചയായിട്ട് ഈ മുറിവിലേക്ക് ഒഴിച്ച് സോപ്പിട്ട് പതച്ച് കഴുകി കളയുക. അലക്ക് സോപ്പോ കുളി സോപ്പോ ഡിറ്റർജൻറ്റോ എന്തായാലും പ്രശ്നമില്ല. പരമാവധി സമയം കഴുകുക. 1-2 മിനിറ്റ് സാധാരണമായിട്ട് നമ്മൾ കഴുകുന്നത് പോലെ വൃത്തിയായി എന്ന് തോന്നുന്ന വിധത്തിൽ കഴുകിയാൽ പോരാ. 10 മുതൽ 15 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് കഴുകിക്കൊണ്ടിരിക്കണം. ഈ കഴുകിയതിന് ശേഷം ബെറ്റാഡിൻ അല്ലെങ്കിൽ പോവിഡോൺ അയഡിൻ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷനുകളോ ആൽക്കഹോളിക് സൊല്യൂഷനോ ഒക്കെ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. എന്തായാലും ഈ കഴുകലിന് ഒരു ഉപേക്ഷയും കാണിക്കാൻ പാടില്ല. വാക്സിനേഷനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ കഴുകലും. നമ്മുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ മുറിവേറ്റ ഭാഗം നേരിട്ട് സ്പർശിക്കുന്ന വിധത്തിൽ ഉരച്ച് കഴുകാൻ പാടില്ല. അത് ചിലപ്പോൾ വൈറസ് അകത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കലായിട്ട് മാറും. വാക്സിൻ എടുത്ത ദിവസം കൂടുതൽ വിയർക്കുന്ന വിധത്തിലുള്ള അധ്വാനമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക തുടങ്ങിയ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. എന്തായാലും കടിയേറ്റയാളുടെ കഴുകലിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. തലയിലും മുഖത്തും കഴുത്തും ഒക്കെയുള്ള മുറിവാണെങ്കിൽ, കയ്യിലൊക്കെയുള്ള മുറിവാണെങ്കിൽ, ആഴത്തിലുള്ള മുറിവാണെങ്കിൽ, കൂടുതൽ വൈറസ് കയറിയിരിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ആക്രമണമാണെങ്കിലൊക്കെ സീറം ആവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. അത് വളരെ പെട്ടെന്ന് 6 മണിക്കൂറിനുള്ളിൽ തന്നെ സീറം ഈ മുറിവുകളിൽ കുത്തിവെക്കണം. അപ്പോൾ വളരെ ഉള്ളിലൊക്കെയുള്ള യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും അധികം സമയം പാഴാക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഇത്തരത്തിലുള്ള സീറം ലഭ്യമാകുന്ന ആശുപത്രികളിൽ എത്തിക്കേണ്ടതാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും സീറം ലഭ്യമാകില്ല. താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ സീറം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ദൂരം സഞ്ചരിക്കാനുള്ള സമയം എപ്പോഴും പരിഗണിക്കണം. വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്തിക്കുകയും വേണം. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ പരിഗണിച്ചിട്ടാണ് ഡോക്ടർമാർ ഇതിനെ പലതരം കാറ്റഗറികളായിട്ട് തിരിക്കുക. 3 കാറ്റഗറികളായിട്ടാണ് സാധാരണയായിട്ട് തിരിക്കുക. കാറ്റഗറി 1, 2, 3 എന്നിങ്ങനെ. കാറ്റഗറി 1 നോ എക്സ്പോഷർ. ഇത്തരത്തിലുള്ള മൃഗങ്ങളിൽ ഒന്ന് തൊട്ടു അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുറിവുകളൊന്നുമില്ലാത്ത തൊലിയിൽ ഈ മൃഗങ്ങളെ ഒന്ന് നക്കിപ്പോയിട്ടുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ എങ്കിൽ
അപ്പോൾ തന്നെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാറ്റഗറി 2 മൈനർ എക്സ്പോഷർ എന്നുള്ള ഒരു വിഭാഗമാണ്. തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം പൊഴിയാത്ത വിധത്തിലുള്ള പോറലുകൾ മാത്രമാണ് സംഭവിച്ചതെങ്കിൽ ആ ഭാഗം നന്നായിട്ട് കഴുകുക. എങ്കിലും ഇതിൽ പ്രതിരോധ കുത്തിവയ്പ്പ് തീർച്ചയായിട്ടും വേണം. കാറ്റഗറി 3 ആണ് സിവിയർ എക്സ്പോഷർ. മുൻകൂട്ടി തന്നെ മുറിവുള്ള ഒരു തൊലിപ്പുറത്ത് നക്കുക, രക്തം പൊടിയുന്ന വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുക, ചുണ്ടിലോ വായിലോ നാക്കിലോ ഒക്കെ നക്കുക ഒക്കെ സംഭവിച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ 10-15 മിനിറ്റ് നേരം നന്നായിട്ട് മുറിവ് കഴുകുക. ആൻറ്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ മുറിവുകളിലും അതേപോലെ തന്നെ മസിലിലുമായിട്ട് 2ആയിട്ട് വിഭജിച്ചിട്ട് കുത്തിവെക്കുക. ഒപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പും ആരംഭിക്കണം. പട്ടിയോ പൂച്ചയോ അല്ലാതെ മറ്റ് ഏത് വന്യമൃഗത്തിൻ്റെ കടിയേറ്റാലും കാറ്റഗറി 3 കണക്കാക്കുക. അപ്പോഴൊക്കെ സീറം കൊടുക്കണം. ഡോക്ടർമാർ മുറിവുകൾ പരിശോധിച്ചിട്ടാണ് അതിൻ്റെ ആഴവും വലിപ്പവും ഒക്കെ തീരുമാനിച്ചിട്ടാണ് ഈ കടിയേറ്റ ആളുടെ ശരീരഭാരവുമായിട്ട് കണക്ക് കൂട്ടിയിട്ട് സീറത്തിൻ്റെ അളവ് തീരുമാനിക്കുക. റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ മുറിവേറ്റ ഭാഗത്ത് ഈ മുറിവുകളിൽ തന്നെ നേരിട്ട് കുത്തി നിറക്കുകയാണ് ചെയ്യുക. ഒരാളുടെ ശരീരഭാരത്തിനെ പരിഗണിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആ സീറത്തിൻ്റെ അളവിൻ്റെ പകുതി ഭാഗവും ഇത്തരത്തിൽ മുറിവുകളിൽ നേരിട്ട് കുത്തിവെക്കുകയും ബാക്കി മസിലുകളിൽ മാംസപേശികളിൽ കുത്തി വെക്കുകയാണ് ചെയ്യുക. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളിൽ ഈ വാക്സിൻ കുത്തിവെച്ച് അവയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തത്തിൽ ഇതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ സൃഷ്ടിച്ച് അതിനെ അരിച്ചെടുത്ത് അതാണ് സീറമായിട്ട് ഉപയോഗിക്കുന്നത്. കുതിരകളുടെ രക്തത്തിൽ നിന്നായിരുന്നു ഇത്തരത്തിലുള്ള സീറം വേർതിരിച്ചിരുന്നത്. മനുഷ്യന്മാരുടെ ഡോണർമാരുടെ രക്തത്തിലെ പ്ലാസ്മയിൽ നിന്നും ഇത്തരത്തിലുള്ള സീറം വേർതിരിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ കുത്തിവെക്കുന്നത്. ഇത് ഏതിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് അവയുടെ വിലയിലും വ്യത്യാസമുണ്ടാവും. ഇക്വിൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന വിധം ഉള്ളത് കുതിരകളിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്നതാണ്. അവക്ക് അല്പം വില കുറവാണ്. ചിലരിലെങ്കിലും ഇത് ചില അലർജികൾ ഉണ്ടാക്കും. പക്ഷേ ഇപ്പോഴും മനുഷ്യന്മാരുടെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള അലർജി വളരെ കുറവാണ്. പക്ഷേ അതിന് കുറച്ച് വില കൂടും. എങ്കിലും എപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നതിന് മുമ്പ് അലർജി ടെസ്റ്റുകൾ മുൻകൂറായിട്ട് ചെയ്യാറുണ്ട്. ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നതാണ് ഇപ്പോഴും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉൽപ്പാദനം വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ അല്പം ചിലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ കുതിരകളിൽ നിന്നും നിർമ്മിക്കുന്ന സീറം ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവർക്കാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ കൂടുതൽ സ്ഥലത്ത് മുഖത്തും തലയിലും കഴുത്തിലും ഒക്കെ കടിച്ച് പറിച്ചിട്ട് ഉള്ള വലിയ മുറിവുകളുണ്ടെങ്കിൽ ഒരാളുടെ ബോഡി വെയ്റ്റ്, ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ അവരുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ട് കണക്കാക്കിയ സീറത്തിൻ്റെ അളവ് ഈ മുറിവുകളിലൊക്കെ കുത്തി വെക്കാൻ മാത്രം ഉണ്ടാകില്ല. അത്രയധികം മുറിവുണ്ടെങ്കിൽ എല്ലാ മുറിവുകളിലും ഈ സീറം കുത്തി അവിടെയുള്ള വൈറസുകളെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ പകുതി അളവ് സീറത്തിനെ അല്പം നേർപ്പിച്ചിട്ട് എല്ലാ മുറിവുകളിലും ഈ കുത്ത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തും. മാരകമായിട്ട് കടിച്ച് പറിച്ച് മാംസം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഡോക്ടർമാർ ഈ മുറിവ് തുന്നിക്കെട്ടാതെ വിടും. പലപ്പോഴും അപകടകരമായിട്ടുള്ള രക്തവാർച്ചയൊന്നുമില്ലെങ്കിൽ സാധാരണയുള്ള ചെറിയ മുറിവുകളൊന്നും ഡോക്ടർമാർ തുന്നിക്കൂട്ടാറില്ല. കാരണം ഇത്തരത്തിലുള്ള തുന്നുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള വൈറസുകൾ രക്തത്തിലേക്ക് കയറാൻ അല്ലെങ്കിൽ നെർവുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. വിദൂര സാധ്യതയാണെങ്കിലും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എപ്പോഴും ഈ തുന്നൽ ഒഴിവാക്കുന്നതിനുള്ള പ്രധാന കാരണം. അതേസമയം റാബീസ് സീറം ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെച്ചതിൻ്റെ ശേഷമാണെങ്കിലും അവർ ഈ മുറിവ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുന്നാറുമുണ്ട്. എങ്കിലും ഇങ്ങനെ മുറിവുകൾ തുന്നിക്കൂട്ടാതെ വിടുമ്പോൾ പലപ്പോഴും ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ രോഗികൾ തന്നെയോ കാര്യമറിയാതെ ബഹളം വെക്കാറുമുണ്ട്. വാക്സിനുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആ രോഗാണുവിനെ തന്നെ അതിന് രോഗം പരത്താൻ പറ്റാത്ത വിധത്തിൽ അതിനെ രൂപമാറ്റം വരുത്തി അതിനെ മയപ്പെടുത്തിയതിൻ്റെ ശേഷം ആ രോഗാണുവിനെ തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തെയോ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് നമ്മുടെ ശരീരത്തിന് ഇതിനോട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിപ്പിച്ച് അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ അവസരം ഒരുക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തിയറി. പോളിയോ പോലുള്ള രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നാണ് രോഗം ഉണ്ടാക്കുക. അത് കയറിയോ എന്ന് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല. എപ്പോഴാണ് കയറുക എന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ നൽകുന്നത്. എന്നിട്ട് ഈ രോഗപ്രതിരോധ ശേഷിയെ ജീവിതകാലം മുഴുവൻ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ബൂസ്റ്റർ ഡോസുകൾ പല വാക്സിനുകൾക്കും നൽകുകയും ചെയ്യും. എന്നാൽ പേപ്പട്ടി വിഷബാധ എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മളെപ്പോലെയുള്ള ഒരു വികസ്വര രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നായകടി ഏൽക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാവർക്കും വാക്സിനേഷൻ നൽകുക, അവയുടെ ബൂസ്റ്റർ ഡോസുകൾ നൽകി എല്ലാവരെയും ഈ പേവിഷബാധക്കെതിരെ സജ്ജമാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത്രയധികം ചിലവേറിയൊരു പദ്ധതിയാണ്. അത്രയധികം വാക്സിനുകൾ നിർമ്മിക്കുക എന്നതും അപ്രായോഗികവും കൂടിയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള നായകളുമായിട്ടൊക്കെ നേരിട്ട് ഇടപെടുന്നവർ, വെറ്റിനറി ഡോക്ടർമാർ, മൃഗശാലകളിൽ ജോലി ചെയ്യുന്നവർ, അവരൊക്കെയും
ഇത്തരത്തിലുള്ള വാക്സിനേഷൻ മുൻകൂറായിട്ട് എടുത്തിട്ട് ശരീരത്തിന് ഇതിനെതിരെയുള്ള പ്രതിരോധം നേടിയിട്ടുണ്ടാവും. വാക്സിൻ ചെയ്താലും 1-2 ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ഇതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിച്ച് പ്രവർത്തന സജ്ജമാവുകയുള്ളൂ. എന്തായാലും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള വാക്സിനുകളല്ല ഇപ്പോഴും ഉപയോഗിക്കുന്നത്. 1990 വരെയൊക്കെ പൊക്കിളിന് ചുറ്റുമായിട്ട് 14ഓളം കുത്തിവയ്പ്പുകളായിരുന്നു, വേദനാപൂർണ്ണമായിട്ടുള്ള കുത്തിവയ്പ്പുകളായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള കുത്തിവയ്പ്പാണ്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റും കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ജയിലിലെ ഭക്ഷണമൊക്കെ പരിഷ്കരിച്ച് കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഇപ്പോഴും നിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗോതമ്പുണ്ട ഞാൻ തീറ്റും എന്നൊക്കെ വെല്ലുവിളിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോഴും ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് വേദനാകരമായിട്ടുള്ള എന്തോ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും ഈ നായ കടിച്ചാലോ പൂച്ച മാന്തിയാലോ ഒന്നും വാക്സിനേഷന് പോകാതിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരുടെ തോൾ ഭാഗത്തെ മാംസപേശികളിൽ, ഡെൽറ്റോയിഡ് മാംസപേശികളിൽ ആണ് കുത്തിവെക്കുക. കുട്ടികളാണെങ്കിൽ തൊടിയുടെ അകവശത്തുള്ള മാംസപേശികളിലാണ് കുത്തിവെക്കുക. ഇത് ഇൻട്രാമസ്കുലർ റാബിസ് വാക്സിൻ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. 0.5 മില്ലി മരുന്നാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു തവണ കുത്തിവെക്കുക. പക്ഷേ ഇപ്പോഴും ഇതിന് പകരമായിട്ട് ഇൻട്രാഡെർമൽ, അതായത് തൊലിയുടെ നേരെ അടിയിലുള്ള ഒരു പാളിയിലേക്ക് കുത്തിവെക്കുന്ന വിധത്തിൽ IDRV എന്ന് പറയുന്ന തരത്തിലുള്ള വാക്സിനേഷനാണ് നടത്തുന്നത്. അതേസമയം 2 ഭാഗത്തുമായിട്ടുള്ള ചുമലുകളിൽ ഒറ്റ ദിവസം തന്നെ 2 ഇഞ്ചക്ഷനുകളാണ് എടുക്കുന്നത്, 0.1 ml വെച്ചിട്ട്. അതായത് ഈ വില കൂടിയ ഈ മരുന്നിൻ്റെ കുറഞ്ഞ അളവ് മാത്രമേ ഒരാൾക്ക് ഇമ്മ്യൂണൈസേഷന് വേണ്ടി വരുന്നുള്ളൂ എന്നുള്ള ഒരു ഉപകാരമാണ് ഇതുകൊണ്ടുള്ളത്. പ്രധാനമായിട്ടും മസിലുകളിൽ കുത്തിവെക്കുന്ന IMRV പോലെ തന്നെ അതേപോലെ തന്നെ ഗുണപ്രദമാണ് IDRV എന്ന് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ IDRV എടുക്കുമ്പോൾ സൂചി ചർമ്മത്തിൻ്റെ അടിയിലേക്ക് ആഴത്തിലേക്ക് ഒരിക്കലും കടന്നു പോകരുത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. വാക്സിൻ തൊലിക്കടിയിൽ മാത്രമായിട്ട് എത്തിയില്ലെങ്കിൽ ഈ വാക്സിനെ കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഗുണം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ IDRVയുടെ ഒരു പ്രധാനമായിട്ടുള്ള വെല്ലുവിളി മാംസപേശികളിൽ കുത്തിവെക്കുന്ന അത്ര എളുപ്പമല്ല ഇത്. നല്ല പരിശീലനം ഉള്ള നഴ്സുമാരാണ് ഇത് ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യവകുപ്പിലുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ വളരെ നന്നായിട്ടുള്ള പരിശീലനം ഇതിൽ ലഭിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും തൊലിപ്പുറത്ത് തന്നെ ത്വക്കിനെ പൂർണ്ണമായിട്ടും തുളക്കാതെ സൂചി വെക്കാനുള്ള പരിശീലനം പൂർണ്ണമായിട്ട് ലഭിച്ചവരാണ്. മരുന്ന് തൊലിക്കടിയിലെ സബ്ക്യൂട്ടേനിയസ് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പ്രതിരോധം ലഭിക്കുകയില്ല എന്നത് ഉറപ്പാണ്. ഈ വാക്സിൻ കടക്കുന്നത് കൃത്യമായിട്ടും ത്വക്കിൻ്റെ ഇടയിലുള്ള പാളികളുടെ ഉള്ളിലേക്കാണെങ്കിൽ മരുന്ന് അവിടെ കെട്ടി നിൽക്കുകയും ഒരു തടിപ്പ് രൂപപ്പെടുകയും ചെയ്യും. ഈ തടിപ്പിന് മുകളിൽ ഉണ്ടാകുന്ന രോമകൂപങ്ങൾ ഉണ്ടാക്കുന്ന കുത്തുകൾ അതിനെ ഈ ഓറഞ്ചിൻ്റെ തൊലിയെ അനുസ്മരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പ്യൂഡി ഓറഞ്ച് എപ്പിയറൻസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ നമ്മൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ചർമ്മം വളരെ ചെറുതായിട്ട് അല്പം ഒന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വാക്സിനേഷൻ വളരെ കൃത്യമാണ് എന്ന് ഊഹിക്കാം. അതുപോലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഈ വാക്സിനേഷൻ ചെയ്ത ഭാഗം പരിശോധിക്കാവുന്നതാണ്. ഈ കുത്തിവയ്പ്പ് നൽകിയത് ശരിയല്ല എന്ന് ഈ ഡോക്ടർക്കോ നഴ്സുമാർക്കോ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ കുത്തിവയ്പ്പ് ആവർത്തിക്കേണ്ടതുമാണ്. മസിലുകൾക്ക് നൽകുന്ന വാക്സിൻ ആണെങ്കിൽ 0.5 മില്ലിയാണ് നൽകുക. അത് 5 ഡോസുകളായിട്ടാണ് നൽകുക. ആദ്യത്തെ ഡോസ് 0 ആയിട്ട് കണക്കാക്കും. പിന്നെ 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലാണ് ബാക്കിയുള്ള ഡോസുകളൊക്കെ കുത്തിവെക്കേണ്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 90-ാം ദിവസം ഒരു ഡോസ് കൂടി എടുക്കാറുണ്ട്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ പലപ്പോഴും ഈ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നിന്നും നൽകുന്ന IDRV വാക്സിൻ 4 ഡോസായിട്ടാണ് നൽകുന്നത്. 0.1 മില്ലി വെച്ചിട്ട് 2 ചുമലിലും തൊലിക്കടിയിൽ മാത്രമായിട്ട് കുത്തിവെക്കുന്ന ആ ഇഞ്ചക്ഷൻ ആദ്യത്തെ ദിവസം 0 ആയിട്ട് കണക്കാക്കി 0, 3, 7, 28 എന്നീ ദിവസങ്ങളിലായിട്ടാണ് കുത്തിവെക്കുന്നത്. ഈ ഒരു റെജീം IDRV തായ് റെഡ് ക്രോസ് റെജീം എന്നാണ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖമുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ഒക്കെ ആണെങ്കിൽ, ഉദാഹരണത്തിന് ക്യാൻസർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, കീമോതെറാപ്പി ഇപ്പോൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ചെയ്തവർ ഒക്കെ സാധാരണ ഡോസിലുള്ള വാക്സിൻ എടുത്താലും പ്രതീക്ഷിക്കുന്ന പ്രതിരോധം ഉണ്ടാകണമെന്നില്ല. ചില മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ഉദാഹരണമായിട്ട് ക്ലോറോക്കിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് വാക്സിന് പകരം സീറമാണ് നൽകാൻ പലപ്പോഴും നിർദ്ദേശിക്കാറുള്ളത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വാക്സിനേഷന് പോകുമ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യാവസ്ഥ, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എന്നിവയെക്കുറിച്ചൊക്കെയും ഡോക്ടർമാരോട് പറയേണ്ടതാണ്. ഈ വാക്സിൻ എടുത്താലും നമ്മുടെ ശരീരം ആ വാക്സിനുകളോട് പ്രതികരിച്ചിട്ട് ആൻറ്റിബോഡികൾ നിർമ്മിച്ച് നമുക്ക് പ്രതിരോധം ഉണ്ടാക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. 1 ആഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ടുള്ള പ്രതിരോധം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനു മുമ്പേ തന്നെ വൈറസുകൾ നാഡീകോശങ്ങളുമായിട്ട് ചേർന്ന് നമ്മുടെ തലച്ചോറിലെത്തുകയാണെങ്കിൽ നമ്മുടെ കാര്യം കൈവിട്ടു പോകും. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുറിവുകൾ തലച്ചോറിനോട് അടുത്തുള്ള ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും സീറം കൂടി നൽകുന്നത്. എപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, കൃത്യമായിട്ട് വാക്സിനേഷനൊക്കെ നൽകിയ വളർത്തുപട്ടിയാണ്, അത് കടിച്ചാൽ ഇങ്ങനെ വാക്സിനേഷൻ വേണോ നമുക്ക് എന്നുള്ളത്.
മൃഗങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട വാക്സിനേഷനൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സാധാരണയായിട്ട് 3-ാം മാസവും 9-ാം മാസവും ഓരോ ഡോസും, പിന്നീട് ഓരോ വർഷവും ഓരോ ബൂസ്റ്റർ ഡോസുമായിട്ടാണ് മൃഗങ്ങൾക്ക് എടുക്കേണ്ടത്. കുത്തിവയ്പ്പ് എടുത്തതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉടമ സൂക്ഷിക്കുകയും വേണം. കൃത്യമായിട്ട് ഇമ്മ്യൂണൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കലി നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഇതിൽ നിന്നും കടി കിട്ടിയാൽ വേണ്ട എന്നാണ് പറയാറ്. എങ്കിലും പല വികസ്വര രാജ്യങ്ങളിലും മൃഗങ്ങളിൽ ഇത്തരത്തിലുള്ള കുത്തിവയ്പ്പ് വാക്സിനുകൾ എടുക്കുന്ന മരുന്നുകൾ പൂർണ്ണമായിട്ടുള്ള ഗുണനിലവാരം ഉള്ളതാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ കുത്തിവയ്പ്പ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടാകണമെന്ന് ഉറപ്പില്ല. എടുത്തു തന്നെ ശരിയായ രീതിയിലാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുത്തിവയ്പ്പ് എടുത്തിട്ട് ഈ മൃഗങ്ങളിൽ ശരിയായിട്ടുള്ള പ്രതിരോധം ഉണ്ടായിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാനുള്ള ആൻറ്റിബോഡി ടെസ്റ്റൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ വലിയ റിസ്ക് അവിടെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ പലപ്പോഴും തീർച്ചയായിട്ടും ഈ വാക്സിൻ എടുക്കാൻ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറ്. വീട്ടിലെ പട്ടിയാണ്, അതിനൊരു കുഴപ്പമില്ല, അതെങ്ങും പോവാറില്ല എന്നൊക്കെ പലരും പറയും, കരുതും. അതിന് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിലും 10 ദിവസമൊക്കെ ഇതിനെ ഒന്ന് നിരീക്ഷിച്ചതിൻ്റെ ശേഷം അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചത്തുപോകുന്നില്ല, അതിന് പേലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വാക്സിനേഷൻ ഒന്നും ചെയ്തിട്ടില്ലാതെ ഒരു മൃഗത്തിൽ നിന്നും നമുക്ക് കടിയോ മാന്തലോ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാക്സിനേഷൻ ആരംഭിക്കണം. എന്നാൽ കുത്തിവയ്പ്പ് എടുത്തിട്ട് 10 ദിവസത്തിന് ശേഷവും പട്ടിക്ക് യാതൊരു കുഴപ്പവും വരുന്നില്ലെങ്കിൽ ചിലപ്പോഴത് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ആയിട്ടുള്ള കുത്തിവയ്പ്പിലേക്ക് മാത്രമായിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്ടർമാർ തീരുമാനിക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ പട്ടിയെ ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ കാണാതാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിരീക്ഷിച്ചാൽ മുഴുവൻ കുത്തിവയ്പ്പും എടുക്കണം. ഇനി പട്ടിയുടെയും പൂച്ചയുടെയും കാര്യത്തിൽ മാത്രമേ ഈ ഒബ്സർവേഷൻ പറയുന്നുള്ളൂ. മറ്റേതൊരു മൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടായാലും, മുറിവുണ്ടായാലും, മാന്തൽ ഉണ്ടായാലും ഒക്കെ പൂർണ്ണമായിട്ടും ഉള്ള സാധാരണയായിട്ടുള്ള വാക്സിനേഷനുകൾ ചെയ്തിരിക്കണം. മുൻപ് മുഴുവൻ കുത്തിവയ്പ്പുകളും കൃത്യമായിട്ട് എടുത്തിട്ടുള്ള ഒരാൾ പിന്നീട് അയാൾക്ക് ഒരു കടിയോ മാന്തലോ കിട്ടിക്കഴിഞ്ഞാൽ 0-3 എന്ന് പറയുന്ന 2 ഡോസുകൾ മാത്രം എടുത്താൽ മതിയാവും. മുൻപ് എപ്പോഴാണ് വാക്സിനേഷൻ എടുത്തതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തവർ, അത് മുഴുവൻ ചെയ്തോ എന്ന് ഉറപ്പില്ലാത്തവർ ഒക്കെ വീണ്ടും മുഴുവൻ കോഴ്സ് എടുക്കണം. എന്നാൽ ഇവർ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ വാക്സിനേഷൻ നൽകാം. കുട്ടികൾ, പ്രായമായവർ എന്നിവർക്കൊക്കെയും ഈ വാക്സിനേഷൻ തീർച്ചയായിട്ടും നൽകാവുന്നതാണ്. അവർക്കൊന്നും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വാക്സിനേഷൻ മൂലം ഉണ്ടാവുകയില്ല. ഒരു കുത്തിവയ്പ്പ് ഷെഡ്യൂൾ പൂർണ്ണമായിട്ടും എടുത്തതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ വീണ്ടും കടി കിട്ടുകയാണെങ്കിൽ കുത്തിവയ്പ്പിൻ്റെ ആവശ്യമില്ല. ഇനി പട്ടികളാണ് ഈ രോഗം പരത്തുന്നതിൽ 90% കാരണക്കാർ നമ്മുടെ നാട്ടിലെന്നറിയാമല്ലോ. അപ്പോൾ പ്രധാനമായും തെരുവ് പട്ടികളെ നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ട് മുന്നിൽ വരിക. അതായത് ഈ രോഗം പരക്കുന്നതിൻ്റെ വഴികൾ അടക്കലാണ് ഏറ്റവും പ്രധാനം. തെരുവ് പട്ടികളെയും ഉത്തരവാദിത്വ ബോധമില്ലാതെ വാക്സിനേഷൻ നടത്താതെ വളർത്തുന്ന പട്ടികളെയും നിയന്ത്രിച്ചേ പറ്റൂ. ഇവയൊക്കെ പെറ്റുപെരുകാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്നത് നമ്മൾ തന്നെയാണ്. തീർച്ചയായിട്ടും മാലിന്യം വലിച്ചെറിയുന്ന ശീലമുള്ളവർക്ക് തെരുവ് പട്ടികളെ പറ്റിയിട്ട് പരാതി പറയാനുള്ള ഒരു അർഹതയുമില്ല. അത് തിന്നാണ് ഈ തെരുവ് പട്ടികൾ പുളക്കുന്നത്. പണ്ട് കാലങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ പട്ടിപിടുത്തക്കാരെ ഇറക്കി ഇവയൊക്കെ കുരുക്കിട്ട് പിടിച്ച് കൊല്ലുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ മൃഗാവകാശ നിയമങ്ങൾ കർശനമായതോടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും സാധ്യമല്ലാതായി. നായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു ജീവിയേക്കാളും കൂടുതൽ ആത്മബന്ധമുള്ള ഒരു മൃഗമാണ്. സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ കൂടുതൽ നായകളെ സ്നേഹിക്കുന്ന മനുഷ്യർ ഭൂമിയിലുണ്ട്. ഞാനും നായകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നായകളുടെ പരിണാമത്തെ പറ്റിയിട്ട്, അവയുടെ ഡൊമസ്റ്റിക്കേഷനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദയവായിട്ട് ഈ നായകളെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. എങ്കിലും ഏത് മൃഗസ്നേഹത്തിന് മുകളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോടുള്ള സ്നേഹം. മനുഷ്യജീവന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നായകളുടെ എണ്ണം നിയന്ത്രിച്ചേ പറ്റൂ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സർവ്വതിനോടും സ്നേഹം കൊണ്ട് നടക്കുന്ന നമ്മുടെ മഹാത്മജി, അഹിംസയുടെ അപ്പോസ്തലനായിട്ടുള്ള മഹാത്മാഗാന്ധി 1926 ഒക്ടോബർ 28 യങ് ഇന്ത്യയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നായ്ക്കളുടെ പെരുപ്പം അനാവശ്യമാണ്. ഉടമസ്ഥനില്ലാതെ അലഞ്ഞു നടക്കുന്ന നായ സമൂഹത്തിന് അപകടമാണ്. അവയുടെ ഒരു കൂട്ടം സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. പക്ഷേ ഈ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ഉത്തരവാദിത്വം നമുക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ കഴിയുമോ? നമുക്ക് കഴിയില്ലെങ്കിൽ അവയ്ക്കായിട്ടൊരു രക്ഷാസ്ഥലം ഒരുക്കാൻ കഴിയുമോ? ഇവ രണ്ടും അസാധ്യമാണെങ്കിൽ അവയെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് തോന്നുന്നു. നായകൾ സ്വാഭാവികമായി പ്രകൃതിയിലുള്ള ഒരു മൃഗമല്ല. നമ്മൾ മനുഷ്യർ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടും വിധം സൃഷ്ടിച്ച ഒരു ജീവിയാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആദ്യ മൃഗം. അല്ലാതെ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ള ജീവിയല്ല. ഭൂമിയുടെ അവകാശികളാണ് അവരും എന്നുള്ള വാദം ചിലപ്പോഴവിടെ നടക്കില്ല. ലഗോൺ കോഴി പോലെ എന്ന് പോലും പറയാനാവില്ല. അവർക്ക് പോലും കാട്ടുകോഴികളുമായിട്ട് ജനിതകപരമായിട്ടുള്ള വലിയ അടുപ്പം ഇപ്പോഴും ബാക്കിയുണ്ട്. യൂറോപ്യൻ ചാരച്ചെന്നായികളിൽ നിന്നാണ് ഇന്നത്തെ ഈ നായ് ബ്രീഡുകൾ മുഴുവനും മനുഷ്യർ ഉണ്ടാക്കിയത്. അല്ലാതെ കാട്ടിൽ നായകൾക്ക് പകരക്കാരായിട്ടുള്ള ഒരു മൃഗം വേറെയില്ല.
മനുഷ്യരുടെ ജീവന് ഭീഷണിയെങ്കിൽ മൃഗസ്നേഹികൾക്ക് മൊത്തമായിട്ട് ഏറ്റെടുത്ത് ഇവയെ ഷെൽട്ടറുകളിൽ വളർത്താൻ പറ്റില്ലെങ്കിൽ, ഇത്തരം സംരക്ഷണം സ്റ്റേറ്റിനോ മൃഗസ്നേഹികൾക്കോ ആവുന്നില്ലെങ്കിൽ, ആർക്കും ഉത്തരവാദിത്തമില്ലെങ്കിൽ ഈ നായകളെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവയെ കൊന്നു തള്ളുന്നതിൽ ഒരു വിഷമവും കാണേണ്ട കാര്യമില്ല. അല്പം ക്രൂരമാണെങ്കിലും വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. ഏവിയൻ ഫ്ലൂ പക്ഷിപ്പനി ഭീതി പരന്നപ്പോൾ ആലപ്പുഴയിൽ ആയിരക്കണക്കിന് താറാവ് കൂട്ടങ്ങളെയാണ് ഒരു ദയയും കാണിക്കാതെ നമ്മൾ കൊന്നൊടുക്കിയത്. സ്വൈൻ ഫ്ലൂ പന്നിപ്പനിയുടെ ഭയം വന്നപ്പോൾ വയനാട്ടിലും കണ്ണൂരിലുമൊക്കെ എത്രയോ ഫാമുകളിലെ പാവം കൃഷിക്കാരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് നൂറുകണക്കിന് പന്നികളെ കൊന്നുകളഞ്ഞത്. അതിനാൽ നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ നിയമങ്ങൾ തടസ്സമാണെങ്കിൽ അവ തിരുത്തിയേ പറ്റൂ. നമ്മുടെ ജനപ്രതിനിധികൾക്ക് സാധാരണക്കാരെ പോലെ തെരുവുകളിൽ ഒരിക്കലും പട്ടിയുടെ കടി ഏൽക്കാനുള്ള അവസരം ഇല്ലാത്തതിനാലാവും അവർക്ക് ഇതിൽ വലിയ ഗൗരവം തോന്നാത്തത്. എങ്കിലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളും ഒക്കെ അവരാലാവും വിധത്തിലൊക്കെയും ഇതിനെ തടയാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. എങ്കിലും പലതരത്തിലുള്ള മൃഗാവകാശ നിയമങ്ങളും സംഘടനകളും നിയമക്കുരുക്കുകളുമൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങളെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ഇനി സർക്കാർ സംവിധാനത്തിലായാലും കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. റാബീസ് വിഷബാധക്ക് 3 തന്തമാരുണ്ട് എന്ന് പറയാറുണ്ട്. മൃഗസംരക്ഷണം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം. 3 തന്തമാരുള്ള ഏത് കുട്ടിയെയും പോലെ എപ്പോഴും ഈ പ്രശ്നം അനാഥമായി തന്നെ കിടക്കും. ആർക്കും ഒരു ഉത്തരവാദിത്വവും നേരിട്ടുണ്ടാവില്ല. 3 ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ജനങ്ങളും ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, കടമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നടക്കുന്നത് തെരുവുനായ വന്ധ്യംകരണം എന്ന് പറയുന്ന ABC പ്രോഗ്രാമാണ്, ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. ഇതിനായിട്ടുള്ള പല കേന്ദ്രങ്ങളിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും അതിലേക്കുള്ള വിഹിതം നൽകുന്നുമുണ്ട്. പക്ഷെ ഒരു ഗുണവുമില്ലാതെ നമ്മുടെ നികുതി പണം പാഴാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയായിട്ട് അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ലോകാവസാനം വരെ ഇതിങ്ങനെ തുടർന്നാലും നമ്മുടെ നാട്ടിലെ തെരുവ് പട്ടികളുടെ എണ്ണത്തിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. ഇനി യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ റിസോഴ്സിനെയും ഈ ഒരു കാര്യത്തിനായിട്ട് മാത്രം കുറച്ചു കാലത്തേക്ക് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം പൊതുജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് മാസീവായിട്ടുള്ള ഒരു വലിയ പദ്ധതി നടത്തിയാൽ മാത്രമേ തെരുവ് പട്ടികളുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവ് വരുത്താൻ നമുക്ക് പറ്റൂ. ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രദേശത്തെ കുറച്ച് പട്ടികളെ ഇങ്ങനെ ഓരോ സമയത്തായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് അവയെ സുഖചികിത്സ നൽകുന്ന വിധത്തിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം വന്ധ്യംകരിച്ച് അവയുടെ ആരോഗ്യം പൂർണ്ണ നിലയിലെത്തിയതിൻ്റെ ശേഷം പിടിച്ചു കൊണ്ടുവന്ന അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്ര റിസോഴ്സസ് ഉണ്ടായാലും നമ്മുടെ കേരളത്തിലെ ഈ ലക്ഷക്കണക്കിന് പട്ടികളുടെ എണ്ണത്തിൽ നിന്നും വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ ഈ വിധത്തിൽ സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവിടാൻ പറ്റൂ. ഈ നായകളെ പോലെയുള്ള ജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ ഭക്ഷണ ലഭ്യതയിൽ വലിയ പ്രതിസന്ധികളൊന്നും വരുന്നില്ലെങ്കിൽ അവയിൽ കുറച്ചെണ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞാൽ അല്ലെങ്കിൽ അവയെ അവിടെ നിന്ന് നീക്കം ചെയ്താലും അവ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ട് വർദ്ധിപ്പിക്കും. അതായത് ഒരു കൂട്ടത്തിൽ എത്ര കുറഞ്ഞോ നായകൾ അവിടെയുള്ള റിസോഴ്സസ് അവയുടെ ഭക്ഷണത്തിനൊന്നും ഒരു കുറവും വരുന്നില്ലെങ്കിൽ അവ 1 വർഷം കൊണ്ട് തന്നെ അതേ എണ്ണത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. നിലവിലുള്ള പദ്ധതി ഈ തരത്തിൽ നടക്കുകയാണെങ്കിൽ ABC സെൻറ്ററിൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളതല്ലാതെ വേറൊരു ഉപകാരവും കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ വിഷയം എല്ലാവരും ചർച്ച ചെയ്യണം, പരിഹാരമുണ്ടാക്കണം. ഇനി ഒരാൾ കൂടി പേ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ മരിക്കുന്ന ഒരു വാർത്ത ഉണ്ടാകരുത്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെയുള്ള വലിയ മൃഗങ്ങൾ തൊട്ടിട്ട് വളരെ കുഞ്ഞ് ജീവികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയുടെ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.